ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ സയ്യിദനാ മൗലാന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, അങ്ങനെ പെരുന്നാൾ ദിനം വന്നണഞ്ഞു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൽ നിന്ന് നാം പുറത്തേക്ക് വരുന്നത് പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടവരായി ആ നിലക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. ഇന്നലെ മിനിയാന്ന് നാം പരിശുദ്ധ റമദാനിനെ സ്വാഗതം ചെയ്തവരാണ്. ഇന്നിതാ നാം ചെറിയ പെരുന്നാളിലേക്ക് ആഹ്ലാദപൂർവം കാലെടുത്തി വെച്ചിരിക്കുന്നു. പെരുന്നാളും ആഘോഷവും ഒക്കെ റമദാനിൽ ത്യാഗം ചെയ്തവർക്ക് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമ്മാനിക്കുന്നതാണ്. അല്ലാതെ പൊതുകോടി ധരിക്കുന്നവർക്കോ നല്ല സമൃദ്ധമായ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നവർക്കോ ഉള്ളതല്ല. മറിച്ച് റമദാൻ മാസത്തിൽ ശരിയാംവണ്ണം ആരാധന ചെയ്തവർക്ക്, നോമ്പനുഷ്ഠിച്ചവർക്ക്, രാത്രിയിൽ നിസ്കരിച്ചവർക്ക് അവർക്കുള്ളതാണ് പെരുന്നാൾ ആഘോഷം. റമദാനിൽ അധ്വാനിച്ചവർക്ക് അള്ളാഹു നൽകുന്ന സമ്മാനമാണത്, സന്തോഷമാണത്. കൽപ്പന അനുസരിച്ചുകൊണ്ട് തന്നെ പൂർണ്ണമായി നോമ്പും ആരാധനകളും ചെയ്തവർ, അത് ചെയ്യാൻ കഴിഞ്ഞതിലുള്ള നന്ദി പ്രകടനമാണ്, നന്ദി പ്രകാശനമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. ആ പെരുന്നാളിൽ നല്ല ഭക്ഷണം കഴിക്കലും, നല്ല വസ്ത്രം ധരിക്കലും, അത്തർ പുരട്ടലും, സൗഹൃദം പങ്കുവെക്കലും, നാട്ടിലും വീട്ടിലും മനസ്സിലുമൊക്കെ ആഹ്ലാദത്തിന്റെ പൂത്തിരി കത്തിക്കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കലുമൊക്കെ നല്ല കാര്യമാണ്, സുന്നത്തായ കാര്യമാണ്. നേടിയെടുത്ത റമദാൻ മാസത്തിലൂടെ നാം ആർജിച്ച എല്ലാ പരിശുദ്ധിയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആയിരിക്കണം ആഘോഷണം. അരുതായ്മകളിലൂടെ ആവരുത്, പേക്കൂത്തുകൾ കാട്ടിക്കൊണ്ട് ആവരുത്. നല്ലത് ഉപയോഗിക്കുമ്പോഴും, നല്ല ഭക്ഷണം കഴിക്കുമ്പോഴും, നല്ല വസ്ത്രം ധരിക്കുമ്പോഴും, ആഹ്ലാദം പ്രകടിപ്പിക്കുമ്പോഴും, സന്തോഷം കാണിക്കുമ്പോഴും ഒക്കെ തഖ്വ കൈവിടരുത്. തഖ്വയാണല്ലോ പരിശുദ്ധ റമദാൻ കൊണ്ട് ലക്ഷ്യമിട്ടത്. തഖ്വക്ക് വേണ്ടിയാണല്ലോ ഈ പരിശുദ്ധ റമദാൻ ഒരു മാസം നമുക്ക് അല്ലാഹു നൽകിയത്. ആ നേടിയെടുത്ത പരിശുദ്ധി നാം കൈവിടാതെ കണ്ട് ആഘോഷിക്കണം. സമുദായത്തിന്റെ മഹാത്മ്യം വിളിച്ചോതുന്നതാണ് ചെറിയ പെരുന്നാൾ. അന്ന് ആരും പട്ടിണി കിടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് സക്കാത്ത് നിർബന്ധമായത്. റമദാനിന്റെ അവസാന ദിനം, അതായത് ചെറിയ പെരുന്നാള് അല്ലെങ്കിൽ ശവ്വാൽ മാസത്തിന്റെ പിറവി കാണുന്നതോടുകൂടി സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായി തീരുന്നു. റമദാൻ 1 മുതൽ തന്നെ സക്കാത്ത് കൊടുക്കാവുന്നതാണ്, ഫിത്ർ സക്കാത്ത് കൊടുക്കാവുന്നതാണ്. നാട്ടിൽ പ്രാധാന്യമർഹിക്കുന്ന ധാന്യത്തിൽ നിന്നാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഒരാൾക്ക് 1 സാഴ് വീതം, അതായത് 3 ലിറ്ററും 200 മില്ലി ലിറ്ററും. കിലോ കണക്ക് നോക്കുകയാണെങ്കിൽ 2 കിലോ 600 ഏകദേശം ആ തൂക്കം വരും. നിസ്കാരത്തിന് മുമ്പേ സക്കാത്ത് കൊടുക്കലാണ് നല്ലത്. അതായത് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പേ സക്കാത്ത് കൊടുക്കണം. അതാണ് ഏറ്റവും നല്ലത്. അകാരണമായി അത് പിന്തിക്കുന്നത് കറാഹത്താണ്. പെരുന്നാൾ ദിനത്തിനേക്കാൾ പിന്തിപ്പിക്കുന്നതോ അത് നിഷിദ്ധവുമാണ്. തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും പെരുന്നാൾ രാത്രിയിലും പകലും വേണ്ട ചെലവ് കഴിച്ച് ബാക്കിയുള്ളതിൽ നിന്നാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. കടങ്ങളിൽ നിന്ന് ഒഴിവാവണമെന്നില്ല എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന കടമയിൽ നിന്ന് ഒഴിവാക്കുന്നവർ അധികമുണ്ടാവുകയില്ല. ഫിത്ർ സക്കാത്ത് അത് നോമ്പിൽ വന്നുപോയ ന്യൂനതകൾ വല്ലതും ഉണ്ടെങ്കിൽ അതിന് പരിഹാരമാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ കാണാം. ചെറിയ പെരുന്നാൾ നിസ്കാരമാണ് പെരുന്നാൾ ദിനത്തിലെ ആഘോഷത്തിലെ ഒരു മുഖ്യമായ ആഘോഷം. 2 റക്അത്ത് സാധാരണ നിസ്കാരം പോലെയുള്ള നിസ്കാരം തന്നെയാണ്. പക്ഷെ അതിലെ വ്യത്യാസം, ഒന്നാമത്തെ റക്അത്തിൽ 7 തക്ബീറും രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറും സുന്നത്തുണ്ട്. അതൊഴിവായി പോയത് കൊണ്ട്
പ്രശ്നമൊന്നുമില്ല, സുന്നത്താണത്. അതതിന്റെ ഈ നിസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നിസ്കാരത്തിന്റെ ശേഷം 2 ഖുതുബയും സുന്നത്തുണ്ട്. ആ ഖുതുബയിൽ, ഒന്നാമത്തെ ഖുതുബയിൽ 9 തവണ തക്ബീറും രണ്ടാമത്തെയിൽ 7 തവണ തക്ബീറും സുന്നത്തുണ്ട്. ഇതെല്ലാം സുന്നത്താണ്. നിസ്കാരം എല്ലാവർക്കും സുന്നത്താണ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ. നിസ്കാരത്തിന് പോകുമ്പോൾ ആഹാരം കഴിച്ചു പോവൽ സുന്നത്തുണ്ട് ചെറിയ പെരുന്നാളിന്. വലിയ പെരുന്നാളിന് ആ സുന്നത്തില്ല. 2 വഴികളിലൂടെ, പോകുന്നത് ഒരു വഴിയിലൂടെയും വരുന്നത് മറ്റൊരു വഴിയിലൂടെയും ആവലും അതും സുന്നത്ത് തന്നെയാണ്. ഇതെല്ലാം പുണ്യകർമ്മങ്ങളാണ്. അമ്പിളി കണ്ടത് മുതൽ, പെരുന്നാളിന്റെ അമ്പിളി കണ്ടത് മുതൽ ഇമാം നിസ്കാരത്തിൽ പ്രവേശിക്കുവോളം തക്ബീർ ചൊല്ലലും സുന്നത്തുണ്ട്. വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നോമ്പ് സമ്പൂർണമായി നോമ്പ് നിർവഹിച്ചു കഴിഞ്ഞാൽ, പെരുന്നാളിന്റെ അമ്പിളി കണ്ടു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് തക്ബീർ ചൊല്ലണം. വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അള്ളാഹു റബ്ബുൽ ഇസ്സത്തി ഒരു മാസക്കാലം നിങ്ങളെ നന്മയുടെ വിവിധങ്ങളായ വഴികളിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ആനയിച്ചല്ലോ, അതിന് നന്ദിയായിക്കൊണ്ട് തക്ബീർ ചൊല്ലണം. പള്ളിയിലും വീട്ടിലും വഴികളിലുമൊക്കെ തക്ബീറിന്റെ ധ്വനികൾ മുഴങ്ങട്ടെ. തക്ബീറോടുകൂടി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും ചൊല്ലേണ്ടതുണ്ട്. ഈ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം ജമാഅത്തായും ഒറ്റക്കായും നിസ്കരിക്കാവുന്നതാണ്. വളരെ പവിത്രമായ ഒരു ദിനമാണ് പെരുന്നാൾ ദിനം എന്നത്. അരുതായ്മകളിലായിക്കൊണ്ട് ആഘോഷിക്കരുത്. അള്ളാഹുവിന്റെ കോപം വന്നു ചേരുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെരുന്നാൾ രാത്രി ഉത്തരം കിട്ടുന്ന നിമിഷമാണ്. ആ രാത്രി പാഴാക്കി കളയരുത്. പെരുന്നാളിന്റെ രാത്രി, ഈ രാത്രി ജീവത്താക്കി കഴിഞ്ഞാൽ ഹൃദയം അള്ളാഹു ജീവത്താക്കുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നല്ല നിലക്ക് ആഘോഷിക്കാനും സന്തോഷിക്കാനും അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. കഴിഞ്ഞ ഒരു മാസക്കാലം നാം ചെയ്ത കർമ്മങ്ങളും അതുപോലെ തന്നെ നന്മകളുമൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.